നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം ഇപ്പോൾ അവതാർ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. അവതാർ സിനിമ എവിടെ പോയി ഏത് തിയേറ്ററിൽ കണ്ടാലായിരിക്കും ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. ഓരോ തിയേറ്റേഴ്സും അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നും നമുക്ക് നോക്കാം. ഇനി അവതാർ 3 സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കേട്ടതാണ്. ഇതിന്റെ സ്റ്റോറി നോക്കിയാൽ ഏകദേശം സെയിം സ്റ്റോറി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റു ചില പുതിയ അവതാർ ഗ്രൂപ്പുകളെ കാണാം. അങ്ങനെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ പുതിയതായി ഒന്നും കാണാൻ കഴിയില്ല. പക്ഷെ വിഷ്വൽസിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. വിഷ്വൽ ക്വാളിറ്റി വളരെ മികച്ചതാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ആദ്യത്തേത് നോർമൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയാൽ അവിടെ ഒരു നോർമൽ ഡിജിറ്റൽ പ്രൊജക്ടർ ഉണ്ടാവും, ഒപ്പം ഒരു നോർമൽ സൗണ്ട് സിസ്റ്റവും ഉണ്ടാവും. ഇതിൽ നിന്ന് നമുക്കൊരു നോർമൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. അതായത് ഒരു വലിയ സ്ക്രീനിൽ സിനിമ കണ്ടു, ഒരു ക്രൗഡിന്റെ ഒപ്പം ഇരുന്ന് സിനിമ കണ്ടു. എന്തായാലും വീട്ടിൽ മൊബൈലിൽ ഇരുന്ന് കാണുന്നതിനേക്കാളും ടിവിയിൽ ഇരുന്ന് കാണുന്നതിനേക്കാളും 100 ഇരട്ടി ബെറ്റർ തന്നെയായിരിക്കും. ഇനി മറ്റൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഡോൾബി അറ്റ്മോസ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നത് നിങ്ങൾ ചില തിയേറ്റേഴ്സിൽ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ അർത്ഥം അവിടെ ഡോൾബി ഉണ്ടെന്നുള്ളതാണ്. നോർമലി ഈ സറൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ചെവിയാണ് ഉള്ളത്, ലെഫ്റ്റും റൈറ്റും. അപ്പോൾ നോർമൽ തിയേറ്റേഴ്സിലല്ല ലെഫ്റ്റും റൈറ്റും സ്പീക്കർ ഉണ്ടാവും. പക്ഷെ ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്റേഴ്സിൽ നമ്മുടെ തലക്ക് ചുറ്റും സ്പീക്കർ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ, ഒരു കാറ് സൈഡിലൂടെ മൂവ് ആവുന്ന സീനാണ്. അപ്പോൾ നമുക്ക് ശബ്ദം കേൾക്കുന്നത് സൈഡിലെ സ്പീക്കറിൽ നിന്നായിരിക്കും. ഇനി ഒരു ഹെലികോപ്റ്റർ മുകളിലൂടെ പറന്നു വരുന്ന സീനാണ്. അപ്പോൾ നമുക്ക് ശബ്ദം കേൾക്കുന്നത് മുകളിലെ ആ ഒരു സ്പീക്കറിൽ നിന്നായിരിക്കും. ഇങ്ങനെ അവർ സൗണ്ടിനെ പൊസിഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു 3D സൗണ്ട് എഫക്ട്സ് കിട്ടും. ഇതാണ് ഡോൾബി അറ്റ്മോസ്. റേ ഡോൾബി എന്ന വ്യക്തിയാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. ഈ ഡോൾബി സീരീസിന്റെ ഡോൾബി ട്രൂ HD വരെ മുകളിലുള്ള ശബ്ദങ്ങൾ അങ്ങനെ കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നീട് അവർ മുകളിൽ തന്നെ ഒരു സ്പീക്കർ അങ്ങ് വെച്ചു. അങ്ങനെ ഈ ഒരു പ്രശ്നം സോൾവ് ആയി. ഈ ഡോൾബി അറ്റ്മോസിന് മൊത്തം 64 സ്പീക്കേഴ്സ് ആണ് ഉള്ളത്. 150 രൂപ മുതലാണ് ഈ ഡോൾബി തിയേറ്റേഴ്സിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇനി മറ്റൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഓറോ 3D. നമ്മൾ ഓറോ 3D ഉള്ള ഏതെങ്കിലും തിയേറ്റേഴ്സിൽ കയറിയാൽ ഡോൾബിയേക്കാൾ മികച്ച ശബ്ദം കേൾക്കാം. ഈ ഡോൾബി തിയേറ്റേഴ്സിന്റെ മാക്സിമം ഫ്രീക്വൻസി 48 ഹെർട്സ് ആണ്. എന്നാൽ ഓറോ 3Dയിൽ വരുമ്പോൾ അത് 98 ആണ്. ഈ ഡോൾബി അറ്റ്മോസിൽ 2 ലെയർ സൗണ്ട് സിസ്റ്റം മാത്രമേ ഉള്ളൂ. എന്നാൽ ഓറോ 3Dയിൽ അത് 3 ആണ്. അപ്പോൾ മികച്ചൊരു സൗണ്ട് എഫക്ട്സ് ആയിരിക്കും. അപ്പോൾ ഈ ഓറോ 3D 2005 ടൈമിൽ കണ്ടുപിടിച്ചതാണ്. ആദ്യകാലങ്ങളിൽ ഇത് യൂറോപ്പിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പതുക്കെ പതുക്കെ ഇത് എല്ലായിടത്തും വന്നു. ഇന്ത്യയിൽ ഉണ്ടെങ്കിലും വളരെ കുറവാണ്. ചെന്നൈയിലെ ജാസ് സിനിമ, കേരളത്തിൽ കൊല്ലം ജില്ലയിലെ JB തിയേറ്റേഴ്സ്, തൃശൂർ ജില്ലയിലെ വിയൂർ ദീപ തിയേറ്റർ, അങ്ങനെ പല സ്ഥലങ്ങളിലുമുണ്ട്. നോർമലി 200 മുതൽ 300 വരെയാണ് 3D സിനിമകൾക്ക് ടിക്കറ്റ് റേറ്റ്. ഇവിടെയെല്ലാം നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിലവിലെ ടിക്കറ്റ് റേറ്റ് ഉറപ്പായും കമന്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പേരുകേട്ട തിയേറ്റർ ഉറപ്പായും കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത തിയേറ്റർ നോക്കുക. അടുത്തതാണ് ഗോൾഡ് ഗ്ലാസ്. ഈ ഗോൾഡ് ഗ്ലാസ് തിയേറ്റേഴ്സിൽ സീറ്റ് അറേഞ്ച്മെന്റിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലിരുന്ന് സിനിമ കാണുന്നത് പോലെ കിടന്ന് കാണാൻ പറ്റും. ഒപ്പം ഈ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റവും ഉണ്ടാവും. ഇതിൽ ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 ആണ് ഐനോക്സും PVR സിനിമാസും. നോർമലി നമ്മൾ വലിയ തിയേറ്റേഴ്സിൽ കയറിയാൽ കിടന്ന് കാണുന്ന സീറ്റ് എല്ലാം കൂടുതൽ പൈസ കൊടുത്താൽ കിട്ടുമെങ്കിലും ഇവിടെ നമുക്ക് അതിന്റെ ഒറിജിനൽ കൂടിയ വെർഷൻ കാണാം. നോർമൽ തിയേറ്റേഴ്സിൽ കിടന്ന് കാണുന്നത് പ്ലാറ്റിനം എന്ന സെക്ഷനാണ്. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ചില തിയേറ്റേഴ്സിൽ സിൽവറും ഗോൾഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഐനോക്സ് PVR സിനിമാസിലെല്ലാം പോയാൽ പ്ലാറ്റിനത്തിന്റെ ഒറിജിനൽ കൂടിയ വെർഷൻ കാണാം. കപ്പിൾ സീറ്റ്, ഡിജിറ്റൽ സീറ്റ്, അങ്ങനെ സീറ്റിംഗിൽ പലതും അറേഞ്ച് ചെയ്യും. നോർമൽ തിയേറ്റേഴ്സിൽ 200 മുതൽ ഐനോക്സ് PVR തിയേറ്റേഴ്സിൽ 600 വരെ ചാർജ് ചെയ്തെന്ന് വരാം. അടുത്തതാണ് 4DX. നമുക്ക് നോർമലി സിനിമ കാണുമ്പോൾ കിട്ടുന്നത് അത് കണ്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എന്നാൽ കാണുന്നതിനോടൊപ്പം ഫിസിക്കലി ബോഡിക്ക് മൊത്തം ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ 4DX. 4DX തിയേറ്റേഴ്സിൽ നല്ലൊരു സ്ക്രീനിങ് ഉണ്ടാവും. ഈ സീറ്റിലും നല്ലൊരു പ്രത്യേകത ഉണ്ടാവും. നോർമൽ സീറ്റല്ല, ചലിക്കുന്ന സീറ്റുകളായിരിക്കും. ആക്ഷൻ സീനുകൾ വന്നു കഴിഞ്ഞാൽ അതുപോലെയുള്ള മൂമെന്റ്സ് നമുക്ക് സീറ്റിൽ നിന്ന് തന്നെ കിട്ടും. സീറ്റുകളിൽ വൈബ്രേഷൻ സിസ്റ്റം വെച്ചിട്ടുണ്ട്. സിനിമയിൽ ഇടിക്കുന്ന സീനെല്ലാം വരുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അടുത്തതാണ് ഫേസ് എയർ. സിനിമയിൽ കാറ്റടിക്കുന്ന സീൻ ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഫാൻ സിസ്റ്റവും ഉണ്ട്. നമ്മുടെ ഫേസിലേക്ക് കാറ്റടിക്കും. ഫ്രണ്ടിൽ ഒരു ബാർ ഉണ്ടാവും, അതിൽ നിന്നാണ് കാറ്റ് വരുന്നത്. ഈ ഒരു ബാറിൽ തന്നെ മിസ്റ്റ് സിസ്റ്റവും ഉണ്ട്.
സിനിമയിൽ വെള്ളം തളിക്കുന്ന സീനുണ്ടെങ്കിൽ മിസ്റ്റ് ഒന്ന് നമ്മുടെ മുഖത്തടിക്കും. ഇതെല്ലാം വളരെ പതുക്കെ സോഫ്റ്റായി ജെന്റിലി ആയിട്ടായിരിക്കും, അല്ലാതെ മോന്ത നോക്കി അടിക്കുമെന്നല്ല നമ്മൾ പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കറിയാം തിയേറ്റർ തന്നെ അവിടെ ഉണ്ടാവില്ല, ആൾക്കാർ കസേര വരെ എറിഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം സോഫ്റ്റ് ആയി നടക്കുന്നതാണ്. അടുത്തത് സ്മെല്ലാണ്. സിനിമയിലെ സീനിനനുസരിച്ച് നമുക്ക് സ്മെല്ലും ഫീൽ ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ, ഒരു പൂന്തോട്ടത്തിന്റെ സീനാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിന്റെ സ്മെല്ല് ഫീൽ ചെയ്യാം. വല്ല വേസ്റ്റ് ഇടുന്ന സീനാണെങ്കിൽ അതുപോലെയുള്ള സ്മെല്ലും ഫീൽ ചെയ്യും. ഇതുപോലെ ബബിൾ സിസ്റ്റവും ഉണ്ട്. തിയേറ്റേഴ്സിന്റെ 4 ഭാഗത്തു നിന്നും ഈ ബബിൾസ് വരും. ഇതുപോലെ ഫോഗ് സിസ്റ്റവും ഉണ്ട്. മണ്ണിടിയുന്നതോ അല്ലെങ്കിൽ ഒരു ബ്ലാസ്റ്റ് പോലെയുള്ള സീൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലും താഴെയുമായി അതിന്റെ ഫോഗുകൾ കാണാൻ കഴിയും. ഇതും കൂടാതെ മുകളിലായി എക്സ്ട്രാ വിൻഡ് ഫാനുകളും ഉണ്ട്. സിനിമയിൽ ഒരു ശക്തമായ കാറ്റുണ്ടെങ്കിൽ ആ ഫാനുകളും വർക്ക് ചെയ്യും. 4DXന്റെ പോരായ്മ എന്തെന്നാൽ ഇന്റർവെല്ല് വളരെ റെയറാണ്. ഇന്റർവെല്ല് ഇല്ല എന്ന് തന്നെ പറയാം, നോൺ സ്റ്റോപ്പ് ആയിരിക്കും. കാരണം എന്തെന്നാൽ ഇവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ എഫക്ട്സ് എല്ലാം ഒരു ടൈമിങ്ങിൽ നടക്കുന്നതാണ്. ഓരോ സീനിനനുസരിച്ചും ഇവർ ടൈമിങ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്റർവെല്ല് വന്നാൽ അതെല്ലാം ബ്രേക്ക് ആവും. കൊച്ചി, തിരുവനന്തപുരം, ലുലുമാൾ തിയേറ്റേഴ്സിലെല്ലാം ഈ 4DX ഉണ്ട്. 475 രൂപയാണ് 4DX തിയേറ്റേഴ്സിൽ ആവറേജ് ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് ആയി വരാറുള്ളത്. അടുത്തതാണ് ഐമാക്സ് തിയേറ്റർ. ഐമാക്സ് എന്നാൽ ഇമേജ് മാക്സിമം എന്നാണ് ഇതിന്റെ അർത്ഥം. പേര് പോലെ തന്നെ മാക്സിമം വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന വലിയ തിയേറ്റേഴ്സ് ആണ് ഈ ഐമാക്സ് തിയേറ്റേഴ്സ്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ സാധാരണ തിയേറ്റർ സ്ക്രീനിന്റെ 6 മടങ്ങ് വലിപ്പം വരുന്ന ഭീമാകാരമായ സ്ക്രീൻ ആയിരിക്കും. നമ്മൾ മൊത്തത്തിൽ സ്ക്രീനിൽ ഇറങ്ങിയതുപോലെയാവും. ഈ സ്ക്രീനുകൾ അല്പം വളഞ്ഞതായിരിക്കും. സ്ക്രീനും സീറ്റും തമ്മിൽ വലിപ്പം കുറവും സ്റ്റേഡിയം ടൈപ്പ് സിറ്റിംഗ് ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ സ്ക്രീൻ മാത്രമേ കാണുകയുള്ളൂ. നോർമൽ തിയേറ്റേഴ്സിൽ ഈ 4K വരെയുള്ള പിക്സൽ ക്വാളിറ്റിയാണ് നമ്മൾ കാണാറുള്ളത്. ഇവിടെ 4K ആണെങ്കിൽ ഐമാക്സിൽ അത് 12K ആണ്, അതായത് 12K ക്ലാരിറ്റി. ഈ ഒരു ക്ലാരിറ്റി നമ്മൾ മൊബൈലിൽ കണ്ടിട്ടില്ല, ടിവിയിൽ കണ്ടിട്ടില്ല, സാധാരണ തിയേറ്റേഴ്സിലും കണ്ടിട്ടില്ല. അത്രയും ക്ലാരിറ്റി. സാധാരണ തിയേറ്റേഴ്സിൽ ഒരു പ്രൊജക്ടർ ആണെങ്കിൽ ഇവിടെ വലിയ 2 പ്രൊജക്ടർ ഉണ്ടാവും. ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഐമാക്സിന്റെ സൗണ്ട് സിസ്റ്റവും വളരെ മികച്ചതാണ്. ഒരു ഐമാക്സ് സിനിമ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഐമാക്സ് കമ്പനികൾ നൽകുന്ന പ്രത്യേക ക്യാമറകൾ യൂസ് ചെയ്യണം. ബിഗ് ബഡ്ജറ്റ് സിനിമയെല്ലാം ഐമാക്സിൽ ഷൂട്ട് ചെയ്യാറുണ്ട്. ഒരു സിനിമ മുഴുവനായി ഐമാക്സിൽ ഷൂട്ട് ചെയ്യുന്നത് വളരെ ടഫാണ്. വളരെ വെയിറ്റ് ഉള്ള ക്യാമറാസ് ആണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, വളരെ എക്സ്പെൻസീവുമാണ്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിം സിനിമയുമാണ് പൂർണ്ണമായും ഐമാക്സിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ. ഐമാക്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പേരുകേട്ട ഡയറക്ടറാണ് ക്രിസ്റ്റഫർ നോളൻ. പല സിനിമകളിലും 70% വരെ ഐമാക്സ് ക്യാമറകൾ യൂസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ഐമാക്സ് കിങ് ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ തിയേറ്ററിന്റെ വലിപ്പമാണ്. ഇനി നമുക്ക് ഐമാക്സ് തിയേറ്ററിന്റെ വലിപ്പം നോക്കാം. അപ്പോൾ 1000 മുതൽ 1500 രൂപ വരെയാണ് ഐമാക്സ് തിയേറ്റേഴ്സിന്റെ ടിക്കറ്റ് റേറ്റ്. കേരളത്തിൽ ഇതിൽ കുറവിലുമുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് കേരളത്തിൽ ഐമാക്സ് തിയേറ്റേഴ്സ് ഉള്ളത്.